പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ തദ്ദേശ പോരാട്ടത്തിന്റെ ചൂടുള്ള വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. വടക്കൻ കേരളമാണ് ഇന്ന് വിധി എഴുതുന്നത്. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകൾ ഇന്ന് പോളിംഗ് ബൂത്തിലാണ്. നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണെന്ന്. വടക്കൻ കേരളത്തിലെ ഈ പോരാട്ട ചൂടിന്റെ വിശദാംശങ്ങൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ 2 പ്രധാനപ്പെട്ട റിപ്പോർട്ടർമാർ ഇപ്പോൾ ചേരുന്നുണ്ട്. കോഴിക്കോട്ട് നിന്ന് അനഘയും, ഒപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയും. കണ്ണൂരിൽ പക്ഷേ മന്ദഗതിയിലാണെന്ന് തോന്നുന്നു പോളിംഗ്. മിഥുൻ, ശ്യാമ, കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. ഇപ്പോൾ തന്നെ 43% പിന്നിട്ടിരിക്കുന്നു. ഏതാണ്ട് 12 കാലാകുമ്പോഴേക്കും തന്നെ 43% പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. ഓരോ ഘട്ടത്തിലും പോളിംഗ് ശതമാനം കൃത്യമായ ഇടവേളകളിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണത്തെക്കാളുമോ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഇതിനൊപ്പമോ എത്താനൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഏതായാലും നമുക്കറിയാം, സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളിലൊരു സ്ഥലമാണ് കണ്ണൂർ എന്ന് പറയുന്നത്. 1025 പ്രശ്നബാധിത ബൂത്തുകൾ കണ്ണൂർ ജില്ലയിലുണ്ട്. ഇതുവരെ വളരെ ചെറിയ 1-2 ഒരു പ്രശ്നങ്ങൾ മാത്രമാണ് കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത കൂടിയുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഉച്ചയ്ക്ക് ശേഷമാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് സംഘർഷങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു സമയം എന്ന് പറയുന്നത്. കാരണം ഈ ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു സമയത്തേക്ക് വോട്ടിൻ്റെ ഒരു ശൈലി തന്നെ മാറ്റം വരും. അപ്പം സംഘർഷം ഉണ്ടാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും കൃത്യമായി പോലീസിൻ്റെ സുരക്ഷയും അതുപോലെ തന്നെ വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഒക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുൻകാലങ്ങളെ പോലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. അതേസമയം ഏതാണ്ട് 50 പോളിംഗ് ബൂത്തുകൾക്ക് ഈ മാവോയിസ്റ്റ് ഭീഷണി കൂടി നിലനിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ സായുധ സേനയെ രംഗത്തിറക്കിക്കൊണ്ട് തന്നെയാണ് പോളിംഗ് കൃത്യമായ രീതിയിൽ നടന്നു വരുന്നത്. ഏതായാലും വോട്ടർമാരൊക്കെ തന്നെ ആവശ്യകരമായ രീതിയിൽ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒരുപാട് ബൂത്തുകളിൽ ഈ പോളിംഗ് തുടങ്ങിയ സമയത്ത് ഈ വോട്ടിംഗ് മെഷീൻ്റെ തകരാറ് കാരണം അരമണിക്കൂറും 1 മണിക്കൂറൊക്കെ വൈകി പോളിംഗ് തുടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഈ പോളിംഗ് ശതമാനത്തെയും ബാധിച്ചു എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും പോളിംഗ് ശതമാനം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 43.61% ഏതാണ്ട് 12:24 കണ്ണൂർ ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ്. ഈ ഒരുപാട് പ്രമുഖരായ വ്യക്തികളൊക്കെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മിഥുനെ, ഈ കേന്ദ്ര ഏജൻസി വരണം സത്യം തെളിയാൻ. ശബരിമലയിലെ സംഘടിത കൊള്ളയുടെ യഥാർത്ഥ വസ്തുത അറിയാൻ കേന്ദ്രം വരണം എന്നുള്ളൊരു കൃത്യമായ അഭിപ്രായം കെ സുധാകരൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ പോളിംഗ് എന്താ പറയുക, ശക്തമായ ഈ സാഹചര്യത്തിൽ തീർച്ചയായും ശ്യാം, അതായത് കണ്ണൂർ ജില്ലയിൽ നമുക്കറിയാം, സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ ചലിപ്പിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയുള്ള ഒരു ഇടമാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ജില്ലക്കാരനാണ്. അതുപോലെ തന്നെ മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ, ഇപ്പോഴത്തെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അതുപോലെ തന്നെ BJPയുടെ പ്രമുഖ ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി, അതുപോലെ തന്നെ PK കൃഷ്ണദാസ് അടക്കമുള്ള പ്രമുഖരായ നേതാക്കളുടെ ഒരു നിര തന്നെ കണ്ണൂരിൽ നിന്ന് നമുക്കുണ്ട്. അവരൊക്കെ തന്നെ ഈ രാവിലെ തന്നെ സമ്മതിദാന അവകാശം വിനിയോഗിച്ച ശേഷം കൃത്യമായ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നൊരു ആവശ്യം കെ സുധാകരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കൊള്ളയിൽ നേരാമണ്ണം അന്വേഷണം നടത്തിയാൽ പിണറായിയിൽ എത്തുമെന്നാണ് കെ സുധാകരൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. രാഹുൽ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെങ്കിലും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നൊരു കെ സുധാകരൻ പറയുകയുണ്ടായി. ഏതായാലും കൃത്യമായ രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടാണ് ഓരോ നേതാക്കന്മാരും ഇപ്പോൾ പ്രതികരണങ്ങളുമായി മുന്നോട്ട് വരുന്നത്. ഏതായാലും ഇപ്പം അല്പ സമയത്തിനകം തന്നെ ഏറ്റവും ഒടുവിലത്തെ ഈ ഒരു പോളിംഗ് ശതമാനം നമുക്ക് ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 43.61% പോളിംഗ് ആണ് കണ്ണൂർ ജില്ലയിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്. അനഘയിലേക്ക് പോവുകയാണ്. അനഘ, വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കുകൾ വന്നിട്ടുണ്ട്. സമയം ഏതാണ്ട് 12:27 എത്തുമ്പോൾ കൊയിലാണ്ടി 42%, വടകര 42%, പയ്യോളി, എനിക്ക് തോന്നുന്നു രാമനാട്ടുകരയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 51% കടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അത് മാത്രമല്ല, ഒരുപാട് ചൂടേറിയ വിഷയങ്ങളും ഇപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. MN കാരശ്ശേരി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. UDFന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാവും. വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടിയ UDFന് നിയമസഭയിലും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നൊക്കെ MN കാരശ്ശേരി ഇപ്പോഴും പ്രതികരിക്കുന്നു. അപ്പോൾ വിശദമായി തന്നെ ഈ പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അത് തന്നെയാണ് തോന്നുന്നത്, അല്ലേ?
തീർച്ചയായും ശ്യാം, അതായത് ഈ സമയം ഉച്ചയോടടുക്കുന്ന സമയം കോഴിക്കോട് ജില്ലയിൽ 43.71% പോളിംഗ് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കാലഘട്ടത്തെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന പോളിംഗിലേക്കാണ് കോഴിക്കോട് ജില്ല കടക്കുന്നത് എന്നുള്ളതാണ്. 7 നഗരസഭയാണ് ഉള്ളത്. ഈ 7 നഗരസഭയിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാമനാട്ടുകരയിലാണ്. രാമനാട്ടുകരയിൽ 51.17% പോളിംഗ് ഉയർന്നിരിക്കുന്നു. അതുപോലെ കൊയിലാണ്ടി, വടകര, പയ്യോളി, ഫറൂഖ്, കൊടുവള്ളി, മുക്കം തുടങ്ങിയ നഗരസഭകളിലെല്ലാം തന്നെ 50-നോട് അടുക്കുന്നുണ്ട് പോളിംഗ് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോളിംഗ് വരുന്നത് 50% അടുക്കുന്നു എന്നുള്ളതാണ്. നഗരപ്രദേശത്തെ സംബന്ധിച്ച് നഗരപ്രദേശങ്ങളിൽ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയൊരു ക്യൂ രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിലും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വടകരയിലും ഈ രീതിയിലുള്ള പോളിംഗ് സ്റ്റേഷനിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മലയോര മേഖലയായ താമരശ്ശേരി, മുക്കം, അതുപോലെ തന്നെ കട്ടിപ്പാറ ഈ പ്രദേശങ്ങളിലുമൊക്കെ വലിയ രീതിയിൽ വോട്ടിംഗ് ശതമാനം പോളിംഗ് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് കഴിഞ്ഞ കാലഘട്ടത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ പോളിംഗ് കോഴിക്കോടിനെ സംബന്ധിച്ച് പലയിടങ്ങളിലും മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ഒക്കെ തന്നെ പോളിംഗ് വലിയ ശതമാനത്തിലേക്ക് ഉയരുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. കോഴിക്കോട്ടെ പ്രമുഖർ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, MN കാരശ്ശേരി അടക്കമുള്ള കോഴിക്കോട്ടെ പ്രമുഖരൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ മാത്രമല്ല രാവിലെ പോളിംഗ് ആരംഭിച്ച സമയത്ത് ചെറിയ രീതിയിൽ പലയിടങ്ങളിലും വോട്ടിംഗ് മെഷീന്റെ തകരാറുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് 1 മണിക്കൂർ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പരിഹരിച്ചുകൊണ്ട് വോട്ടിംഗ് ആരംഭിക്കുന്ന ഇതിലേക്ക് പലയിടങ്ങളിലും കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ പലയിടങ്ങളിലും ഇപ്പോൾ ഏകദേശം ഉച്ചയോടടുക്കുന്ന സാഹചര്യമാണുള്ളത്. പലയിടങ്ങളിലും വലിയ രീതിയിൽ വോട്ടിംഗ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ്. നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ MN കാരശ്ശേരി അടക്കമുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിലും ഉയർത്തിക്കാണിക്കുന്നുണ്ട്. UDF-ന് ഈ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഖ്യം അത് തന്നെയായിരിക്കും UDF-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിലും അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, നേരത്തെ MT രമേശ് സൂചിപ്പിച്ചതുപോലെ SDPI ഈ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളി പോലുള്ള പല ഭാഗങ്ങളിലും SDPI കൂട്ടുകൂടിയിരിക്കുന്നത് LDF-ഉമായാണ്. അങ്ങനെ LDF-ഉം SDPI-യുമുള്ള കൂട്ടുകെട്ട്, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും UDF-ഉം തമ്മിലുള്ള കൂട്ടുകെട്ട് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തിരിച്ചടിയാകും എന്നാണ് MN കാരശ്ശേരി അടക്കമുള്ള ആളുകൾ പറയുന്നത്. അത് കൃത്യമായി ജനം തിരിച്ചറിയും, അത് വോട്ടിലൂടെ അതിനുള്ള മറുപടി ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും കൊടുവള്ളി അടക്കമുള്ള പലയിടങ്ങളിലും CPM-നെ സംബന്ധിച്ച് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ പോലും ആളുകളില്ലാത്തൊരു സാഹചര്യമുണ്ട്. ബ്രാഞ്ച് സെക്രട്ടറി അടക്കം കൊടുവള്ളി ഭാഗങ്ങളിൽ മറ്റ് സ്വന്തം ചിഹ്നമല്ലാതെ മറ്റ് ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളതാണ് ശ്യാം. എന്തായാലും ഈ സമയം ഉച്ചയോടടുക്കുന്ന ഈ സമയത്ത് 50% പോളിംഗ് ഉയരുകയാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനക്ക, ഞാൻ ഒന്ന് തിരിച്ചെത്താം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അരുൺ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നുണ്ട്. വോട്ടർമാർക്ക് പണം കൊടുക്കുകയാണ്. വോട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് പരസ്യമായി പണം നൽകുകയാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. പാലക്കാട് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ വാർഡ് നമ്പർ 12 മംഗലാംകുന്നിലാണ് സംഭവം. UDF സ്ഥാനാർത്ഥി രാമകൃഷ്ണനാണ് പണം നൽകിയത്. മംഗലാംകുന്ന് സർവീസ് സഹകരണ ബാങ്കിന് സമീപത്തുള്ള കോൺഗ്രസിന്റെ ബൂത്ത് ഓഫീസിൽ വെച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി K രാമകൃഷ്ണൻ വോട്ടർമാർക്ക് പണം കൊടുക്കുകയാണ്. കോൺഗ്രസ് മണ്ഡലം ഭാരവാഹി കൂടിയാണ് ഈ രാമകൃഷ്ണൻ. അരുൺ പറയൂ, ഇതിന് എന്തെങ്കിലും നടപടിയിലേക്ക് കടക്കുന്നുണ്ടോ? ശ്യാമ, ഇതിൽ പരാതിയുമായി ഉടൻ തന്നെ പരാതി കളക്ടർക്ക് ഉൾപ്പെടെ നൽകുമെന്നുള്ള വിവരമാണ് BJP-യുടെയും ഇടതുപക്ഷത്തിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് വിവരം ലഭിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, തമിഴ്നാട്ടിലൊക്കെയാണ് ഇങ്ങനെ ഈ വോട്ടർമാർക്ക് പണം വോട്ടിന് നൽകുന്നത്. അതേ ഒരു രീതിയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നിപ്പോൾ പാലക്കാട് ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ വാർഡ് 12 മംഗലാംകുന്നിലാണ് സംഭവം. UDF സ്ഥാനാർത്ഥിയായ രാമകൃഷ്ണനാണ് ഇത്തരത്തിൽ പണം നൽകിയത്. മംഗലാംകുന്ന് സർവീസ് സഹകരണ ബാങ്കിന് സമീപത്തുള്ള കോൺഗ്രസിൻ്റെ ബൂത്ത് ഓഫീസിൽ വെച്ചാണ് പലർക്കും പണം നൽകുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ദൃശ്യങ്ങളും ഒപ്പം തന്നെ ഈ പണം ലഭിച്ച ആളുകളുടെ പ്രതികരണവും ഈ നിമിഷം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും വിജയിക്കാൻ വേണ്ടി ജനാധിപത്യത്തെ തന്നെ
മറിക്കുന്ന നടപടികളിലേക്ക് UDF കടക്കുന്നു പാലക്കാട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. ഒപ്പം തന്നെ പലയിടത്തും പാലക്കാട് UDF ക്യാമ്പുകളിൽ വലിയ ആശങ്ക ഉണ്ട്. പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൊക്കെ വലിയ പ്രയാസത്തിലാണ് UDF. അതുകൊണ്ട് തന്നെ അവർക്ക് മുഖം രക്ഷിക്കാൻ വേണ്ടി ഏത് വിധേനയും വിജയിക്കുക എന്നുള്ള തരത്തിൽ ജനാധിപത്യ ദംസനം തന്നെ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും പാലക്കാട് പോളിംഗ് തുടരുകയാണ്. പാലക്കാട് ഇപ്പോഴും പോളിംഗ് തുടരുമ്പോഴും ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസിൻ്റെ MLA വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പാലക്കാട്ടേക്ക് എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത്. കാരണം നമുക്കറിയാം നിരവധി പെൺകുട്ടികളുടെ ലൈംഗിക പീഡന പരാതികൾ ഉയരുന്നു. അതിൽ 2 പെൺകുട്ടികൾ പ്രത്യക്ഷത്തിൽ പരാതി നൽകുന്നു. അങ്ങനെ പരാതി നൽകി അതിന് പിന്നാലെ പോലീസ് ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അത്തരത്തിൽ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ 14 ദിവസമായിട്ട് ഒളിവിൽ തുടരുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പാലക്കാട്ടേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അവരെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പാലക്കാട് നഗരസഭയിൽ രാഹുലിനെ വലിയ താരപ്രചാരകനായിട്ട് അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട കോൺഗ്രസ് ഇപ്പോഴേതായാലും അവർക്ക് അതിൻ്റെ അപകടം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്നത് കുന്നത്തൂർ മേട് നോർത്ത് എന്ന വാർഡിലാണ്. ആ കുന്നത്തൂർ മേട് നോർത്ത് വാർഡിലെ ബൂത്ത് നമ്പർ 2 രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ബൂത്ത് 2 രാഹുൽ എത്തുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വം രാഹുൽ രാവിലെ വരേണ്ട അല്ലെങ്കിൽ വൈകിട്ടോടുകൂടെ വന്ന് വോട്ട് രേഖപ്പെടുത്തിയാൽ മതി, അല്ലെങ്കിൽ അത് വലിയ തിരഞ്ഞെടുപ്പിൽ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. അത് ചിലപ്പോൾ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് രാഹുലിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും രാവിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ പാലക്കാട്ടെ MP ആയ VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ രാവിലെ വോട്ട് രേഖപ്പെടുത്തി. അല്ല അരുൺ, അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കുറെ കാലമായി VK ശ്രീകണ്ഠൻ MP കാണാനേ ഇല്ല. അദ്ദേഹം സമ്മതിദാനാവകാശം വിനിയോഗിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും VK ശ്രീകണ്ഠൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്നും കൃത്യമായ പ്രതികരണങ്ങളൊന്നും നടത്താതെ ഒഴിഞ്ഞു മാറുകയാണ് രാവിലെ VK ശ്രീകണ്ഠൻ ചെയ്തത്. രാഹുൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗമല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്ന ഒരു സ്ഥിതിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എത്രത്തോളം പ്രതിരോധത്തിലാണെന്നുള്ളത് രാവിലെ VK ശ്രീകണ്ഠൻ MP ഒക്കെ നടത്തിയ പ്രതികരണം അത് വളരെയേറെ വ്യക്തമാക്കുന്നു എന്നുള്ളതിൽ സംശയമേ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും പാലക്കാട് പോളിംഗ് പുരോഗമിക്കുന്നു. ഇപ്പോൾ ഈ 11:30 വരെയുള്ള പോളിംഗ് ശതമാനം പുറത്തു വന്നിട്ടുണ്ട്. 12:30 വരെയുള്ള പോളിംഗ് ശതമാനം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ 45.08% 12:30 വരെ പോളിംഗ് ശതമാനം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തവണ ഈ പോളിംഗ് ശതമാനം എത്രത്തോളം ഉയരും എന്നുള്ളതും പ്രധാനമായിട്ടും അറിയേണ്ടതായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ പാലക്കാട് രേഖപ്പെടുത്തിയിട്ടുള്ള ആ പോളിംഗ് ശതമാനത്തിലേക്ക് ഇത്തവണ എത്തുമോ എന്നുള്ളതായിരിക്കും ഇനി നമുക്ക് വ്യക്തമാവേണ്ടതായിട്ടുള്ളത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് 2020 തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് 78.14% പാലക്കാട് പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. അതിൽ നഗരസഭകളിലെ പോളിംഗ് 73.5%, അതുപോലെ തന്നെ പഞ്ചായത്തുകളിലെ ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പോളിംഗ് 78.8% അതിൽ തന്നെ പാലക്കാട് നഗരസഭയിൽ പോളിംഗ് വളരെ കുറവായിരുന്നു. കഴിഞ്ഞ തവണ 2020 രേഖപ്പെടുത്തിയിരുന്നത് 67.2% മാത്രമായിരുന്നു പോളിംഗ് പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ 2020 രേഖപ്പെടുത്തിയിരുന്നത്. ആ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോഴും അത് BJPക്ക് പാലക്കാട് ഗുണം ചെയ്യുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഇത്തവണ എന്തായാലും അത് എങ്ങനെയായിരിക്കും, എത്രത്തോളം പോളിംഗ് ശതമാനം ഉയരും, അതാരെ തുണയ്ക്കും എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. ക്യാമ്പുകളിൽ അരുൺ വളരെ കൃത്യമായ റിപ്പോർട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ദയവായി അവിടെ തന്നെ തുടരുക. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുമെന്നാണ് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. നോക്കാം ഇന്ന് എത്തുമോ ഇല്ലയോ, ഈ ഒളിവ് ജീവിതം ഇന്ന് അവസാനിപ്പിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.